ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്ത് അബ്ദുറഹീം, അദ്ദേഹത്തിൻ്റെ ആ ജയിൽ മോചനത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യപരമായ ഒരു സഹായവും മനുഷ്യപരമായ ഒരു സ്നേഹവും ഒക്കെയാണ് ഇവിടെ പ്രകടമായിട്ടുള്ളത്. കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുള്ള നമ്മൾ മലയാളികൾ, അത് മുസ്ലിങ്ങളും അല്ലാത്തവരും എല്ലാവരും കൂടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ ധനം അത് സംഭരിക്കുകയും അതിനെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യുകയും ആ നിലക്ക് അതിൻ്റെ നിയമ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു. അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മൻ്റെ കണ്ണീരൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്കൊക്കെ അവരുമ്മ നമ്മളോട് അന്ന് പറയുമ്പോൾ നമുക്കും അത് വല്ലാത്തധികം മനസ്സ് തട്ടിയതായ ഒരു സംഭവമായിരുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 20 വർഷമാണ് അദ്ദേഹം അവിടെ ജയിലിൽ താമസിച്ചിട്ടുള്ളത്. അദ്ദേഹം വിവാഹിതനല്ല. അപ്പോൾ അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം വളരെ സന്തോഷകരമാക്കട്ടെ. നല്ലൊരു വിവാഹമൊക്കെ ചെയ്ത് ഒരു ദാമ്പത്യ ജീവിതം ആസ്വദിക്കാനും അതിന് ജീവിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു നീക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള എല്ലാവിധ പ്രയാസങ്ങൾ തൊട്ട് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അദ്ദേഹം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സഹായിച്ച എല്ലാവർക്കും അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൽ ആത്മാർത്ഥമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും അവർ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് സപ്പോർട്ടായും കൊണ്ട് സമസ്തൻ്റെ ഭാഗത്തിൽ നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും സമസ്തൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ആഹ്വാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ളൊരു നന്ദി കൂടിയാണ് അദ്ദേഹം ഈ വരുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ദുആയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിനേക്ക് എല്ലാ നിലക്കുള്ള ആരോഗ്യത്തിനെയും എല്ലാ സിഹത്തിനെയും ആഫിയത്തിനെയും ഭാവി ജീവിതത്തിലുള്ള എല്ലാ സന്തോഷവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ.